الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ വിശേഷിച്ചും ഈ പുണ്യ ദിവസങ്ങളിൽ കൂടുതൽ ഓർക്കാനും കൂടുതൽ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കാനും നാം പ്രതിജ്ഞകൾ പുതുക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. ലോകത്ത് വിശ്വാസികൾ തക്ബീറും തൽബിയത്തും മാറി മാറി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഹാജിമാർ കല്ലെറിയുന്നത് വരെ ജംറത്തുൽ അഖബയിൽ അവർ കല്ലെറിയുന്നത് വരെ തൽബിയത്തും അതിനുശേഷം ലോകത്തുള്ള എല്ലാ വിശ്വാസികളും തക്ബീറും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുന്നതോടൊപ്പം അള്ളാഹുവിനെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ മഹത്വം അംഗീകരിക്കുകയും അള്ളാഹു മാത്രമാണ് ഏകൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദുആഉ യൗമി അറഫ, അറഫ ദിവസത്തിലെ പ്രാർത്ഥന, ഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എൻ്റെ മുമ്പുള്ള എല്ലാ നബിമാരും പറഞ്ഞ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് അള്ളാഹുവിൻ്റെ തൗഹീദ് പ്രഖ്യാപിക്കുകയും അള്ളാഹുവിൻ്റെ പരമാധികാരം അംഗീകരിക്കുകയും അവൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ മറ്റുള്ള വിശേഷണങ്ങളും സ്വയം ജീവിതത്തിൽ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു തക്ബീറിൻ്റെ, തൽബിയത്തിൻ്റെ, തഹ്ലീലിൻ്റെ വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു
വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട, ദിക്ർ ചൊല്ലേണ്ട സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഈ ദിക്റിന്റെയും കൂടി ദിവസമാണ് ഇന്നും നാളെയും ഇനിയുള്ള അയ്യാമത്തെ ശരീഫിന്റെ ദിവസങ്ങളെല്ലാം. സഹോദരങ്ങളെ, ജീവിതത്തിൽ നന്മ അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിതത്തിലെ ഒരു തിരിച്ചുപോക്ക് ആണ് ഇത്തരം നല്ല ദിവസങ്ങളിലെല്ലാം നമ്മളെ അല്ലാഹു തആല ഓർമ്മിപ്പിക്കുന്നത്. ഹാജിമാർ ഇന്നലെയാണ് അറഫയിൽ സംഗമിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചതുപോലെ മുസ്ലിം ലോകത്തോട്, അന്ന് അവിടെ കൂടിയവരോട് റസൂലുള്ളാഹ് സംസാരിച്ച പോലെ മുസ്ലിം ലോകത്തോട് ഒരുപാട് വലിയ ഉപദേശങ്ങൾ അറഫയിൽ വെച്ച് ഓരോ കൊല്ലവും അവിടുത്തെ ഉത്തരവാദപ്പെട്ടവർ നിർണയിക്കുന്ന പണ്ഡിതന്മാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1400 കൊല്ലമായി അത് നിർവഹിച്ചു വരികയാണ്. അതിൻ്റെയൊക്കെ ആകത്തുക ഇത് തന്നെയാണ്. അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിക്കുക. അള്ളാഹുവാണ് നമ്മുടെ ജീവിതത്തിന്റെ മാർഗരേഖ ഉണ്ടാക്കി തന്നവൻ. അറഫായിലെ ദിവസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രസംഗത്തിൽ നബി അവർക്ക് ഓതിക്കൊടുത്ത ഒരു വചനം സൂറത്തു മാഇദയുടെ തുടക്കത്തിലുണ്ട്. അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ. അതാണ് അള്ളാഹു നമുക്ക് ഇഷ്ടപ്പെട്ട മതം. ഹറാമുകളും ഹലാലുകളെയും അള്ളാഹു റസൂല് അറഫായിൽ വെച്ച് ആ സഹാബിമാർക്ക് വിവരിച്ചു കൊടുത്തു. അവർ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ, അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ, തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്യേണ്ട സന്ദർഭത്തിൽ അവർ അനുഷ്ഠിക്കേണ്ട ഹറാമുകളും ഹലാലുകളും. എന്നിട്ട് റസൂലുള്ളാഹ് ഈ വചനം അവസാനമായി ഓതിക്കൊടുത്തു. അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും. ഇന്ന് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കും വഅത്മംതു അലൈക്കും നിഅമതി. എന്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ആരോഗ്യവും പണവും സമ്പത്തും ഈ സസ്യലതാദികളും പഴവർഗ്ഗങ്ങളും കൃഷികളും ഒന്നുമല്ല. അതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഏറ്റവും വലിയ അനുഗ്രഹം ഇതിനെയെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ഹിദായത്ത് നൽകി എന്നതാണ് അനുഗ്രഹം. കുറെ തിന്നാനും കുടിക്കാനും നൽകി എന്ന അനുഗ്രഹത്തിന് വിശ്വാസികൾക്ക് ആ അനുഗ്രഹമായി മാറുന്നത് എപ്പോഴാണ്? ഹലാലായ മാർഗത്തിൽ തന്റെ ആരോഗ്യത്തെ, തന്റെ ഭക്ഷണങ്ങളെ, തന്റെ ജീവിതത്തെ, തന്റെ മനുഷ്യബന്ധങ്ങളെ ജീവിതകാലം മുഴുവനും അനുഷ്ഠിക്കാനുള്ള ഹിദായത്ത് നൽകി. ആ ഹിദായത്താണ് ദീൻ. ആ ദീൻ അല്ലാഹു തആല പൂർത്തിയാക്കിയ ദിവസമാണ് അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും. ഇന്ന് ഈ അറഫാ ദിവസത്തിൽ, ഈ മരുഭൂമിയിൽ, ഈ ദുൽഹജ്ജ് മാസത്തിലെ 9-ാം ദിവസം ഞാൻ നിങ്ങൾക്കിതാ നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി. എന്റെ നിഅമത്ത് ഞാൻ മുഴുവനായും നിങ്ങൾക്ക് പ്രവാചകനിൽ കൂടി വിവരിച്ച് തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇനി ഈ ഇസ്ലാമിന് കീഴ്പ്പെടുക എന്ന ദീനാണ് ഞാൻ ഇഷ്ടപ്പെട്ട ദീൻ. നമ്മളെ റേഷൻ കാർഡിലെ ദീനും സർട്ടിഫിക്കറ്റിലെ മുസ്ലിം മാപ്പിള എന്ന ദീനല്ല അള്ളാഹ് നമുക്ക് ഇഷ്ടപ്പെട്ട ദീൻ. നേരെ മറിച്ച് അള്ളാഹു പഠിപ്പിച്ചു തന്ന അതിനനുസരിച്ച് ജീവിക്കുക, അൽ ഇസ്ലാം, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്ന ആ ദീന് നിങ്ങൾക്ക് ദീനായി ഞാൻ തൃപ്തിപ്പെട്ട് അംഗീകരിച്ചു തന്നിരിക്കുന്നു. ആ തൃപ്തിപ്പെട്ട് അംഗീകരിച്ചു തന്ന ആ ദീനനുസരിച്ച് നമ്മൾ ജീവിക്കാതെ ഒരിക്കലും അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുകയില്ല. അതാണ് അറഫാ ദിവസം ഈ വചനത്തിൽ കൂടി നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ടത് പാഠം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫാ ദിവസത്തിൽ അവരോട് പറഞ്ഞത് അല്ലാഹു തആല നരകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹാജിമാരെ മോചിപ്പിക്കുന്ന ദിവസമാണിതെന്നാണ്. ലോകത്ത് നിന്ന് അല്ലാഹു തആല ഹജ്ജിന് വേണ്ടി വിളിച്ച ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരൊക്കെ അവിടെ ചെന്ന് കൂടിയിട്ടുമുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ. കുറെ ആളുകളെ വിളിച്ചു എന്ന് തോന്നി അവർ അതിനു വേണ്ടിയുള്ള പണമടച്ചു, അതിനു വേണ്ടിയുള്ള ഒരുക്കം നടത്തി, യാത്രകളൊക്കെ പറഞ്ഞു. അവർക്ക് പോകാൻ കഴിഞ്ഞില്ല.
അവർക്കും അല്ലാഹു ഹജ്ജിന്റെ പ്രതിഫലം കൊടുക്കും. എന്നാൽ ഹജ്ജ് ഫർദ് അവർ പിന്നീട് വീട്ടണം, അവിടെ ചെന്ന് വീട്ടണം. എന്നാൽ പ്രതിഫലം കിട്ടും, യാതൊരു സംശയവുമില്ല. പോകാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അതിൽ വലിയൊരു സംതൃപ്തി അവർക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ദുരിതപൂർണമായ തബൂക്ക് യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടി നിർബന്ധ സൈനിക സേവനത്തിന് വേണ്ടി അവരോട് കൽപ്പന നടത്തി. തബൂക്ക് യുദ്ധത്തിലേക്ക് അവർ പുറപ്പെട്ടു. എന്നാൽ കുറച്ച് ആളുകൾക്ക് മാത്രം, ആഗ്രഹിച്ചിട്ടും പുറപ്പെടാൻ കഴിയാത്ത കുറച്ച് നല്ലവരായ സഹാബിമാരുണ്ടായിരുന്നു. മുനാഫിക്കുകൾ പോയില്ല. ഈ ചൂടത്ത് അള്ളാഹിന്റെ ദീന് പറഞ്ഞു പോകാൻ കഴിയില്ല. അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടായപ്പോൾ ദീനിനെ അവർ വില വെച്ചില്ല, അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിച്ചില്ല. അവരുടെ പ്രയാസമാണ് അവർ പരിഗണിച്ചത്. അവർ പോയില്ല, അവരെ അല്ലാഹു തആല മാറ്റിക്കളഞ്ഞു. എന്നാൽ പോകണം എന്ന് ആഗ്രഹിച്ച് ഇരിക്കുകയും പോകാൻ പറ്റാതെ തടസ്സപ്പെടുകയും ചെയ്ത ആളുകൾ ഉണ്ടായിരുന്നു. തബൂക്കിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ആ ചൂടും പ്രയാസങ്ങളും ദുരന്തങ്ങളും ഒക്കെ അവർ സഹിച്ച് അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണനക്കർഹനായി അള്ളാഹു ജയ്ഷുൽ ഉസ്റ, പ്രയാസം അനുഭവിച്ച സൈന്യം എന്ന് ഖുർആനിൽ വിളിച്ച ആ സൈന്യത്തിന്റെ മഹത്വം നബി അവർക്ക് മടങ്ങിപ്പോരുമ്പോ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തി റിജാലൻ, മദീനയിൽ കുറച്ച് ആളുകളുണ്ട്, അവര് നിങ്ങളെ കൂടെ പോന്നിട്ടില്ല. എന്നാൽ നിങ്ങൾ നടക്കുന്ന ഓരോ കാലടികളിലും അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമുണ്ട്. അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമുണ്ട്. അവരുടെ ആഗ്രഹം നിങ്ങളോടൊപ്പം തബൂക്കിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നു. അവരുടെ ആഗ്രഹം തബൂക്കിൽ നിന്ന് തിരിച്ചു പോരുന്നുമുണ്ട് നിങ്ങളോടൊപ്പം. എന്നാൽ അവർ മദീനയിലാണ് അവരുടെ തടി. അതുകൊണ്ട് ഇല്ലാ ശരീകൂക്കും ഫിൽ അജ്ർ, നിങ്ങളെപ്പോലെയുള്ള പ്രതിഫലം, ഈ ചൂടും പ്രയാസങ്ങളും സഹിച്ച് ഈ യുദ്ധത്തിന് പോന്ന നിങ്ങളെപ്പോലെയുള്ള പ്രതിഫലം അവർക്കുമുണ്ട്. ഹജ്ജിന് വിളി കേട്ടു എന്ന് കരുതി അതിനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കി. എന്നാൽ പോകാൻ പറ്റാത്ത ആളുകളുടെ മനസ്സ് ഇന്ന് അറഫയിലോ ഇന്ന് ജംറകളിലും അതുപോലെ തന്നെ മക്കയിലും പരിസരങ്ങളിലുമാണ്. ഇന്നലെ അവരുടെ മനസ്സ് അറഫയിലായിരുന്നു, പോകാൻ പറ്റിയില്ലല്ലോ എന്നാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഖേദം. ഇല്ല ശരീകൂക്കും ഫിൽ അജ്ർ, അവരുടെ പ്രതിഫലം ഇവർക്ക് കിട്ടുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതൊരു സന്തോഷമാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ ദിവസം, ഈ വിശുദ്ധ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ മോചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് യൗമു അറഫ, അറഫ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. അല്ലാഹു തആല മലക്കുകളോട് ഹാജിമാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, ഇതാ ഇവർ എന്റെ വിളി കേട്ട് വന്നവരാണ്, ഇവരെ ഞാൻ ഇന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ മലക്കുകൾ പോലും അസൂയപ്പെടും എന്ന് അല്ലാഹു തആല പഠിപ്പിച്ച ആ അറഫ ദിനം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ യൗമു അറഫ നമ്മളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ്. ഈ മോചനം നേടണമെങ്കിൽ കൂടുതൽ നമ്മൾ പ്രാർത്ഥനകൾ നടത്തണം, കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കണം. അതുപോലെ തന്നെ തക്ബീറുകൾ വർദ്ധിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പ്രവർത്തനങ്ങളെ മാത്രം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന പ്രവർത്തനങ്ങൾ. അത് നമ്മൾ പ്രത്യേകം പഠിക്കന്നെ വേണം. ഇന്നല്ലാഹ ഹറമ അലന്നാർ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, അതിനെ മനസ്സിലാക്കി അംഗീകരിച്ചുകൊണ്ട്, അതിന്റെ താല്പര്യമനുസരിച്ച് ജീവിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആളുകളെ അല്ലാഹു തആല നരകം അവർക്ക് ഹറാമാക്കിയിരിക്കുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ നമ്മൾ ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ കയ്യിലും കാതിലും കണ്ണിലും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ബന്ധങ്ങളിലും വേണം. യബ്തഗി ബിഹാ വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ജീവിക്കുന്ന വിശ്വാസികളാവണം നമ്മൾ. എങ്കിൽ അല്ലാഹു തആല ഹാജിമാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പോലെ നമ്മളെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അല്ലാഹുവിന്റെ പേരിൽ, അല്ലാഹുവിന്റെ ഐനുൻ ബക്കത്ത് ഐനാനി ലാ തമസ്സുഹുമന്നാർ, രണ്ട് കണ്ണുകളെ, കണ്ണെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മുഖം, മുഖമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെയാണല്ലോ. രണ്ട് കണ്ണുകൾക്ക് അല്ലാഹു തആല നരകം ഏൽപ്പിക്കുകയില്ല, കണ്ണുകളെ തൊടുകയില്ല. ഒന്നാമത്തേത്
ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങി പേടിക്കുന്ന കരയുന്ന കണ്ണുകൾ. വെറുതെ കരയുന്നവരല്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പഠിച്ചവനെ ജീവിതത്തിൽ ഇത്ര കാലം ചെയ്തു പോയല്ലോ, അബദ്ധമായി പോയല്ലോ, ഞാനിത് തിരുത്തുന്നു എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കരഞ്ഞ് പശ്ചാത്തപിക്കുന്ന കണ്ണുകളെ നരകം തൊടുകയില്ല എന്ന് റസൂലുള്ളാഹി നമുക്ക് ഗ്യാരണ്ടി തന്നിരിക്കുന്നു. ഒന്നാമത്തെ കണ്ണ്, ആ കണ്ണിന്റെ ഉടമകളാവണം നമ്മൾ, അഥവാ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാവണം, പശ്ചാത്തപിക്കുന്നവരാവണം. രണ്ടാമത്തെ കണ്ണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിൽക്കുന്ന കണ്ണുകൾ, ശത്രുക്കളെ കാവൽ നിൽക്കുന്ന സൈനികന്മാരുടെ കണ്ണുകൾ അടക്കം തിന്മകൾക്ക് കാവലായിക്കൊണ്ട് അത് സെറ്റാണ്, ഞാനങ്ങണ്ടില്ല, ഇത് ശരിയല്ല, ഞാനങ്ങണ്ടില്ല എന്നിങ്ങനെ തിന്മകളെയും ശത്രുക്കളെയും, ഒന്നാമതായി ശത്രുക്കളെയും രണ്ടാമതായി നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുവന്ന് വീഴ്ത്തുന്ന തള്ളിയിടുന്ന തിന്മകളെയും കരുതിയിരിക്കുന്ന കണ്ണുകൾ. ഈ രണ്ട് കണ്ണിനെയും അല്ലാഹു തആല നരകത്തിലിടുകയില്ല, ആ കണ്ണിന്റെ ഉടമകളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ അത്തരത്തിലുള്ള കണ്ണുകളായിരിക്കണം നമ്മുടെ കണ്ണ്. കൗതുകമുള്ളത് കാണുകയും ആവശ്യമുള്ളത് നോക്കിക്കാണുകയും ചെയ്യുന്ന കണ്ണുകളായാൽ പോരാ. കണ്ണിന്റെ വെളിച്ചം അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, അല്ലാഹുവിന്റെ വെളിച്ചമായിരിക്കണം. അതാണ് ഈ ദിവസം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയ്യലി ജന്നാറ അഹദുൻ സല്ലാ ഖബല തുലൂഇ ശംസി വഖബല ഗുറൂബിഹാ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കുന്ന, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമസ്കരിക്കുന്ന ആ മനുഷ്യന്മാർ ഒരിക്കലും നരകത്തിൽ കടക്കാൻ പോകുന്നില്ല. ഈ രണ്ട് സമയം പറഞ്ഞത് എല്ലാ നമസ്കാരങ്ങളെയും പറ്റിയാണ്. അപ്പൊ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സുബഹി നമസ്കാരമുണ്ട്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അസർ നമസ്കാരമുണ്ട്. മനുഷ്യന്റെ അടുക്കൽ കൂടുതൽ തെറ്റിപ്പോകാവുന്ന, സമയം തെറ്റിപ്പോകാവുന്ന രണ്ട് സമയങ്ങളാണ് സുബഹിയും അസറും. അതുപോലെ മറ്റു നമസ്കാരങ്ങളെല്ലാം. അതുകൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞ ഈ രണ്ടു നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് നരകമില്ല എന്ന് റസൂലുള്ളാഹി നമുക്ക് ഗ്യാരണ്ടി നൽകി. അതുകൊണ്ട് നമ്മൾ നമസ്കരിക്കണം. വിശ്വാസികൾ നമസ്കരിക്കും. വിശ്വാസിയാവണമെങ്കിൽ നമസ്കരിക്കണം. നമസ്കരിക്കാത്തവൻ വിശ്വാസിയല്ല. പക്ഷേ നമസ്കരിക്കുന്ന വിശ്വാസികൾക്ക് പോലും നഷ്ടപ്പെടുന്നതാണ് സുബഹിക്ക് മുമ്പ് ഖബലത്തുൽ ശംസി, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സുബഹി നമസ്കാരം. അതുപോലെ വിശ്രമങ്ങളും മറ്റും കഴിഞ്ഞ് തെറ്റിപ്പോകാവുന്ന മറ്റൊരു നമസ്കാരമാണ് അസർ. ഈ രണ്ട് നമസ്കാരവും നിർവഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ കൃത്യമായി നമസ്കാരത്തിൽ നിഷ്ഠ പാലിക്കുന്ന ആളുകൾക്ക് നരകമുണ്ടാവില്ല എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി. അലാ ഉഖ്ബിറുക്കും മൻ യഹ്റുമു അലന്നാർ. അപ്പൊ മനുഷ്യന്റെ ആരാധനാ കർമ്മങ്ങളിൽ നമ്മൾ നിഷ്ഠ പുലർത്തണം. അതാണ് ഇന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രധാന പാഠം. മറ്റൊന്നുകൂടി പഠിപ്പിച്ചു, സ്വഭാവ കാര്യങ്ങൾ. അലാ ഉഖ്ബിറുക്കും മൻ യഹ്റുമു അലന്നാർ. നരകം നിഷേധിക്കപ്പെട്ടവരെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അവർ കാതുകൂർപ്പിച്ച് റസൂലുള്ളാഹിനോട് പറഞ്ഞു, പറയൂ നബി, ആർക്കാണ് നരകം ഹറാമായത് നിഷേധിക്കപ്പെട്ടത്? നബി പറഞ്ഞു, തഹറുമു അലാ കുല്ലി ഖരീബിൻ ഹയ്യിനിൻ ലയ്യിനിൻ സഹ്ലിൻ. അടുത്ത മനുഷ്യന്മാർ, നന്മയോടടുത്ത് ജീവിക്കുന്നവർ. 100% മഅസൂമുകളാവാൻ കഴിയില്ലെങ്കിലും നന്മയോടടുത്ത് ജീവിക്കുന്നവർ, മനുഷ്യ സൗഹാർദ്ദത്തിനോടടുത്ത് ജീവിക്കുന്നവർ, സത്യത്തിനോടടുത്ത് ജീവിക്കുന്നവർ, എല്ലാ മനുഷ്യരോടും അകലം പാലിക്കാതെ കൂട്ടുചേർന്ന് സൗഹൃദ ബന്ധം പുലർത്തി ജീവിക്കുന്നവർ. അതുപോലെ തന്നെ ഹയ്യിനിൻ, വളരെ വിനയത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ, അഹങ്കാരികളല്ലാതെ വിനയത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ. ലയ്യിനിൻ, സ്വഭാവത്തിൽ മാർദ്ദവമായ സ്വഭാവത്തോടുകൂടി ജീവിക്കുന്നവർ, ക്രൂരന്മാരല്ലാത്തവർ. അതുപോലെ തന്നെ സഹിലിൻ, ജനങ്ങൾക്കെല്ലാം എളുപ്പമുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നിർമ്മലമായ സ്വഭാവം പാലിച്ച്, വിശ്വാസം പരിഗണിച്ച്, വിശ്വാസം പാലിച്ച്, അള്ളാഹുവിന് വേണ്ടി കാവലിരിക്കുന്ന കണ്ണുകളോടുകൂടി ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന
ആ കലിമത്ത് തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവർക്ക് അല്ലാഹു തആല നരകത്തിൽ നിന്ന് മോചനം നൽകുമെന്ന് റസൂലുള്ളാഹി നമുക്ക് ഉറപ്പ് നൽകി. ഏതുപോലെ അറഫായിൽ നിൽക്കുന്ന ആ വിശ്വാസികൾക്ക് അല്ലാഹു തആല ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നരകത്തിൽ നിന്നുള്ള വിശുദ്ധി നൽകും എന്ന് പറഞ്ഞ പോലെ സഹോദരങ്ങളെ, അങ്ങനെയുള്ള ദിവസമാണ് ഈ ദിവസം. ആ ദിവസത്തെ പരിപാലിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് ഇനിയുള്ള നാളുകൾ, പ്രത്യേകിച്ചും ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദുൽഹജ്ജ് 9 നാളെ പെരുന്നാൾ ദിനമാണ്. മറ്റന്നാളെ ഇനിയുള്ള ബാക്കി ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങൾ അയ്യാമുത്ത ശരീഖ് എന്ന് പറയുന്ന നല്ല നാളുകളാണ്. ഈ നാളുകൾ പ്രാർത്ഥനയിലും തക്ബീറുകളിലും തസ്ബീഹുകളിലും കൂടുതൽ നിഷ്ഠകളിലും മുഴുകിക്കൊണ്ട് ഹാജിമാർ നല്ല ഒരു വിശുദ്ധിയോടുകൂടി മടങ്ങി വരുന്നത് പോലെ ഈ ദുൽഹജ്ജ് മാസത്തിന്റെ 13 കഴിയുമ്പോൾ വിശുദ്ധന്മാരായി നമ്മൾ മാറാൻ നാം ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഈ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഉത്ബോധിപ്പിച്ച ഉത്ബോധനം തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷവും നമുക്കും ഉൾക്കൊള്ളാനുള്ളത്. നബി അവരോട് പറഞ്ഞു, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാദക്കും ഹറാമുൻ അലൈക്കും. നിങ്ങളുടെ രക്തം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. രക്തമൊലിപ്പിക്കുന്ന, അക്രമമുണ്ടാകുന്ന, കലഹങ്ങളുണ്ടാകുന്ന ഒരു കാര്യവും നിങ്ങളിൽ നിന്ന് വാക്കാലോ പ്രവൃത്തിയാലോ വന്നു പോകരുത്. അത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. മനുഷ്യരക്തം ആരുടേതായിരുന്നാലും. അതുപോലെ മറ്റുള്ളവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന, അവന് വേദനയുണ്ടാക്കുന്ന, അവനെ മനപ്രയാസപ്പെടുത്തുന്ന ഒരു വാക്ക് പോലും നിങ്ങളിൽ നിന്ന് വന്നു പോകരുത്. നിങ്ങൾ ലോകത്തെ മാതൃകാ ജനങ്ങളാണ് എന്ന് നമ്മളോട് ആ അർഫ ദിവസത്തിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. അംവാലക്കും, അതുപോലെ നിങ്ങളുടെ സമ്പത്ത്, ഒരു പൈസ പോലും മറ്റുള്ളവന്റെ സമ്പത്ത് നിങ്ങളിൽ വന്നു പോകരുത്. സക്കാത്തിന്റെ സമ്പത്തായിട്ടോ അല്ലെങ്കിൽ കൊടുക്കാൻ ബാധ്യതയുള്ള ദാനധർമ്മങ്ങളായിട്ടോ മറ്റൊരാളുടെ സമ്പത്ത് അന്യായമായി കൈക്കൂലിയായിട്ടോ അല്ലെങ്കിൽ കച്ചവടത്തിൽ കൂടിയോ അന്യായമായി നിങ്ങൾ ഉപയോഗിച്ചു പോകരുത്. റസൂലുള്ളാഹി അന്ന് ഉത്ബോധനം ചെയ്ത ഉത്ബോധനം നൂറ്റാണ്ടുകളായി ഈ അന്തരീക്ഷത്തിൽ വിശ്വാസികളുടെ മനസ്സുകളിൽ തങ്ങി നിൽക്കണം. സ്ത്രീകളോടുള്ള ഉത്തരവാദിത്തമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കീഴിലുള്ളവരാണ്. അവർക്ക് പരിമിതികളുണ്ട്. അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാരോടുള്ള വലിയ ഉത്തരവാദിത്തം നിങ്ങൾ മറക്കരുത്. അവരെ സംരക്ഷിക്കണം, അവരോട് നല്ല വാക്കുകൾ പറയണം, അവരെ സ്നേഹിക്കണം, അവർക്കുള്ള കാര്യങ്ങൾ കഴിയും വിധം ചെയ്തു കൊടുക്കണം. അവരുടെ സന്മാർഗത്തെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം. അവർക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കണം, നല്ല കാര്യങ്ങളിൽ അവരെ ബന്ധിപ്പിക്കണം. അതൊക്കെ വിശദാംശങ്ങൾ അതാണ്. അവർക്ക് ഖുർആൻ പഠിപ്പിക്കാനും ഖുർആൻ പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. അവരെ കഴിയുമെങ്കിൽ പള്ളിയിൽ കൊണ്ടുവന്ന് നല്ല കാര്യങ്ങൾ കേൾപ്പിക്കണം. ഭാര്യമാരോടുള്ള ഉത്തരവാദിത്തം പറഞ്ഞു. ഭാര്യമാരോട് റസൂലുള്ളാഹി, ഭർത്താക്കന്മാരോട് റസൂലുള്ളാഹി പറഞ്ഞു, ഭാര്യമാർക്ക് നിങ്ങൾ ഭാര്യമാരോടുള്ള ഉത്തരവാദിത്തം പോലെ ഭാര്യമാരോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരോടും ഉത്തരവാദിത്തമുണ്ട്. അവരുടെ മക്കളെ പഠിപ്പിച്ച് വളർത്തണം, ആ കുടുംബം നോക്കണം, അന്യായമായ സമ്പത്ത് നശിപ്പിക്കരുത്, ഒരു ചെറിയ നഷ്ടം പോലും വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പാടില്ല. ഭാര്യമാർ ശ്രദ്ധിക്കണം. അവരുടെ ചാരിത്രവും ശുദ്ധിയും ഭർത്താക്കന്മാർക്ക് വേണ്ടി മാത്രം നീക്കിവെച്ച് മറ്റുള്ളവർക്ക് അന്യായമായ ഒരു തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടാവാൻ പാടില്ല. പിന്നെ പറഞ്ഞു, കുടുംബകാര്യം പറഞ്ഞിട്ട് പിന്നെ മനുഷ്യ സമത്വം. ഇവിടെ ഖുറൈശിയും അടിമകളും ഒന്നിച്ച് അറഫ മരുഭൂമിയിൽ നിൽക്കുന്നത് പോലെ രാജാക്കളും പ്രജകളും ഖിയാമത്ത് നാൾ വരെ അറഫ മരുഭൂമിയിൽ ഒരേ വേഷത്തിൽ ഒരേ പ്രാർത്ഥനയോടുകൂടി നിൽക്കും. മനുഷ്യ സമത്വമാണ്. ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു. ആണും പെണ്ണുമായത്
വർഗങ്ങളും ഗോത്രങ്ങളുമായത് തിരിച്ചറിയാനുള്ള അഡ്രസ്സ് മാത്രമാണ് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. മാന്യന്മാർ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരാണ്. ആ ഒരു മനുഷ്യ സമത്വത്തിന്റെയും മാന്യതയുടെയും മാനദണ്ഡം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങളൊക്കെ ഒന്നാണ്, ആദമിൽ നിന്നാണ് നിങ്ങളൊക്കെ അന്യന്മാരല്ല, മനുഷ്യന്മാർ ഒന്നാണ് എന്ന ബോധം അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. സാമ്പത്തിക രംഗത്തെ ഇടപാടുകളെ പറ്റി അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, ഇതൊക്കെ മറന്നു പോകേണ്ടതല്ല, അഥവാ മറന്നെങ്കിൽ തന്നെ പുനരോർമ്മിക്കേണ്ട ദിവസങ്ങളാണിത്. അത് നമ്മൾ ഇന്നും നാളെയും ഒക്കെ നമ്മൾ ഓർക്കുക. ഉളുഹിയ്യത്ത് ബലികർമ്മം നിർവഹിക്കാൻ കഴിയുന്ന നിശ്ചയിച്ച ആളുകൾ നമസ്കാരത്തിന് ശേഷം അയ്യാമത്ത് ശരീക്കിന്റെ ഏത് ദിവസങ്ങളിലും ഉളുഹിയ്യത്ത് അറക്കാം. അതിന് പങ്കുചേർന്നവർ അറുക്കാൻ കഴിയുമെങ്കിൽ സ്വയം അറുക്കുക, അല്ലെങ്കിൽ അറുക്കുന്നയിടത്ത് സന്നിഹിതരായി നിൽക്കാനെങ്കിലും നമ്മൾ ഉണ്ടായിരിക്കണം. തക്ബീർ ചൊല്ലിക്കൊണ്ട് 7:15 ഇവിടെ പള്ളിയിലാണ് നമ്മളുടെ നമസ്കാരം. കഴിയുന്ന ആളുകൾ ആ സമയത്തേക്ക് നേരത്തെ തന്നെ എത്തിച്ചേരുക. അതുപോലെ ഇന്ന് സുബഹി മുതൽ നമ്മൾ തക്ബീറുകൾ തുടങ്ങേണ്ടതായിരുന്നു. ഇന്ന് സുബഹി നമസ്കാരത്തിന്റെ ശേഷം എല്ലാവരും കൂടി ആരും ചൊല്ലിത്തരാൻ കാത്തിരിക്കാതെ തന്നെ തക്ബീർ ചൊല്ലേണ്ടതാണ് ഇന്ന് സുബഹി മുതൽ. ഇനി അയ്യാമത്ത് ശരീഅത്തിന്റെ അസ്ർ വരെ, മഗ്രിബ് വരെ നമുക്ക് തക്ബീർ ചൊല്ലാം. അസ്ർ നമസ്കാരം വരെ കൂട്ടമായിട്ട് നമസ്കാരത്തിന് ശേഷം തക്ബീർ ചൊല്ലണം. അയ്യാമത്ത് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഞായർ, തിങ്കൾ, ചൊവ്വ അസ്ർ വരെ എല്ലാ നമസ്കാരത്തിന്റെ ശേഷവും ജമാഅത്തിലാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട ദിവസമാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നന്മകൾ, ദാനധർമ്മങ്ങൾ ചെയ്യുക, പ്രതിജ്ഞകൾ പുതുക്കുക. ഹാജിമാർ ശുദ്ധരായി വരും പോലെ നമ്മളും പെരുന്നാളും അയ്യാമത്ത് ശരീഅത്തും കഴിഞ്ഞ് ശുദ്ധരായി മാറാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അല്ലാഹു തആല അതിനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി തരുമാറാവട്ടെ. അറഫായിലെ ഹാജിമാരുടെ ആ പുണ്യകർമ്മം പോലെ തന്നെ നമുക്കും അല്ലാഹു തആല പുണ്യകർമ്മം ചെയ്തുകൊണ്ട് പാപമുക്തിയോടുകൂടി ഈ 10 ദിവസങ്ങളെയും അയ്യാമത്ത് ശരീഅത്തിനെയും പിന്നിടാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കുന്നതോടൊപ്പം നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത പല ആളുകൾക്കും അല്ലാഹു തആല രോഗശമനവും മനപ്രയാസങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ അല്ലാഹു തആല പരിഹരിച്ചു കൊടുക്കുമാറാവട്ടെ. മരിച്ച പോയ ആളുകൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.